ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കാനായിട്ട് സഹായിച്ച പരിശുദ്ധ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കൊടാനുകൂടി നന്ദി. എൻ്റെ പേര് ജൂലി സെബാസ്റ്റ്യൻ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സഭാംഗമാണ്. ഞാൻ നേഴ്സായിട്ട് ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യണത്. ഇവിടെ ഞാൻ ഉടമ്പടിയെപ്പറ്റി ഇതെൻ്റെ ഹസ്ബൻഡ് നിതിൻ ആൻഡ് ഇതിൻ്റെ ബേബി അന്ന മരിയ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടിയെപ്പറ്റി കൃപാസനത്തെപ്പറ്റി കേട്ടത് എൻ്റെ മമ്മി പറഞ്ഞിട്ടാണ്. എൻ്റെ മമ്മി 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെപ്പറ്റി, അമ്മ മാതാവ് ഒത്തിരിയേറെ മക്കൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് സമയത്ത് ഞാൻ കാനഡയ്ക്ക് വേണ്ടി എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു. ഞങ്ങൾ കാനഡ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഖത്തറിൽ ഹമദിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് നാട്ടിലായിരുന്നു. ഹസ്ബൻഡ് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഹസ്ബൻഡിന് സാധിച്ചില്ല. ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ സമയത്താണ് എനിക്ക് കാനഡയിൽ നിന്നൊരു ന്യൂ ഫോൺലാൻഡിൻ്റെ സബ്മിഷനൊക്കെ കിട്ടിയതും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തു. പക്ഷേ മറ്റുള്ളവർക്കെല്ലാം കിട്ടി കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ പ്രൊസീജിയർ മുന്നോട്ട് പോയില്ല. അപ്പം ഞാനത് വിശ്വസിച്ചു. ഹസ്ബൻഡ് അത് കണ്ടിന്യൂ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചതെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ന്യൂസിലൻഡിലേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ സബ്മിഷൻ കൊടുത്തത്. ന്യൂസിലൻഡിൽ കൊടുത്ത സമയത്ത് അതും ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു. അപ്പം ഞാൻ ഖത്തറിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. ഞങ്ങൾ ബേബിക്ക് വേണ്ടി ഒന്ന് സെറ്റിലായിട്ട് ബേബിനെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ട് നാച്ചുറലി ബേബി ഉണ്ടാകാത്തൊരവസ്ഥയായി. അങ്ങനെ പല ഹോസ്പിറ്റലിൽ കാണിക്കാൻ തുടങ്ങി. അപ്പം ജോബിൻ്റെ കാര്യം ഞങ്ങൾ അവിടെ വെച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഖത്തറിൽ നിന്ന് റിസൈൻ ചെയ്തു. ജോബിൻ്റെ കാര്യം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പല ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ എല്ലാ ടെസ്റ്റുകളും നോർമലായിരുന്നു. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ നിങ്ങൾക്ക് ഇങ്ങനെ വർഷങ്ങൾ നീണ്ടുപോകല്ലേ, നിങ്ങൾ IVF ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരത് സജസ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് IVF ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം പരിശുദ്ധ അമ്മ മാതാവും ഈശോയും ഒത്തിരിയേറെ മക്കൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി ഞാനിങ്ങനെ നിരന്തരം യൂട്യൂബിലൊക്കെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും എല്ലാം സാധ്യമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വേറൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് 42 എന്നൊരു സംഖ്യ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് 42 ബന്ധപ്പെട്ട് ഞാൻ കുറേ മാസങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് 42 എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒരു ഉടമ്പടി ധ്യാനം നടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം കൂടാറുണ്ട്. അന്ന് ഒരു ഉടമ്പടി ധ്യാനം കൂടുന്നതിന് മുന്നേ തന്നെ ഞാൻ ശക്തിയായിട്ട് ഇങ്ങനെ മാതാവിനോട് തീക്ഷ്ണമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. മാതാവേ, അച്ഛൻ എന്താണ് 42 എന്ന് പറഞ്ഞത് എനിക്ക് എന്തായാലും ഒന്ന് കാണിച്ചു തരണം. അന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് സമയത്ത് അച്ഛൻ മറ്റൊരാളുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ലൂക്ക 1:42 ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ലൂക്ക 1:42 ഇത് 42 ആണല്ലോ അച്ഛൻ പറയുന്നത്. അപ്പം ഞാൻ ലൂക്ക 1:42 എടുത്ത് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിൻ്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, അതാണ് എനിക്ക് ലഭിച്ചത്. അപ്പം ഞാനിങ്ങനെ ഓർത്തിതെന്താണ് ഇങ്ങനെ. അപ്പം ജപമാലയ്ക്കകത്ത് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, അങ്ങനെയാണല്ലോ ചെല്ലുന്നത്. ഞാൻ നിരന്തരം ജപമാല ചൊല്ലി നടക്കുന്ന ആളാണ്. അപ്പം അച്ഛൻ അതിലൂടെ പറഞ്ഞത് ജപമാല ചൊല്ലി ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും വാവിനെ ലഭിക്കും എന്നാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് അതിലൂടെ തെളിഞ്ഞു. അങ്ങനെ
ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് ബേബിനെ തന്നു. എല്ലാവരും IVF ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, എന്നാലും വർഷങ്ങളായിട്ട് നീണ്ടു പോകുന്നത് കൊണ്ട് IVF ചെയ്യണമെന്ന് പറഞ്ഞ് പലയിടത്തും ഡോക്ടർ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവമായ കർത്താവിലാണ്. ദൈവമായ കർത്താവിന് എല്ലാം സാധ്യമാണ്. അതുപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ പരിശുദ്ധ അമ്മ മാതാവും ഈശോപ്പായും ഞങ്ങൾക്ക് ബേബിനെ നൽകി. ബേബിയുടെ പേര് അന്ന മരിയ എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. 2025 ഒക്ടോബർ 23 ഒക്ടോബർ മാസം ജപമാല മാസത്തിൽ തന്നെയാണ് ഈ ബേബിനെ ഞങ്ങൾക്ക് ലഭിച്ചത്. അത് വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് 8 വർഷത്തിന് ശേഷം. അടുത്തതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നുകൊണ്ട് ഞങ്ങൾ ഖത്തറിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് കുറച്ച് കാലം നിന്നായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ന്യൂസിലൻഡ്, UK, അയർലൻഡ് ഇങ്ങനെ ഓരോരോ സ്ഥലത്തും അപ്ലൈ ചെയ്തു. എനിക്ക് എല്ലാ സ്ഥലത്തു നിന്നും ഓഫർ ലെറ്റർ വന്നു. കാനഡയുടെ പ്രൊസീജിയർ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പം ബേബിയുടെ കാര്യം വന്നുകൊണ്ട് അപ്പം ന്യൂസിലൻഡിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ന്യൂസിലൻഡിൻ്റെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിസയ്ക്ക് ഒത്തിരിയേറെ തടസ്സമുണ്ടായി. വിസയ്ക്ക് ഞാൻ കമ്പ്യൂട്ടറൈസ്ഡ് OET എക്സാമാണ് എഴുതിയത്. അപ്പോൾ ഇമിഗ്രേഷൻകാർ അവിടെ നിന്ന് നോക്കുമ്പോൾ അവർക്ക് കമ്പ്യൂട്ടറിനകത്ത് റിസൾട്ട് കാണാൻ പറ്റുന്നില്ല, അവർക്ക് വിസ അപ്രൂവ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയൻ OET ക്ലബിൽ അവിടെ എല്ലാ ഹബിലും വിളിച്ചു, ഞാൻ എക്സാം സെൻറ്ററിൽ വിളിച്ചു, ഒന്നും ഫലവത്തായില്ല. അതേപോലെ തന്നെ ഞാൻ ആ സമയത്ത് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം, ഒരു ടൈമിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അച്ഛാ ഇതുപോലെ ദൈവമേ എനിക്ക് ഇതിൻ്റെ ഒരു ഡിലേ എന്താണ്, ഇതിൻ്റെ തടസ്സം അത് മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതൊരു ഡിസംബർ 8 ചൊവ്വാഴ്ചയായിരുന്നു. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും. അത് വളരെയേറെ വളരെയേറെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക്. അന്ന് ഞാൻ ഡിസംബർ 8 2023 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം. അന്ന് അച്ഛൻ എന്നത്ത് പറയുകയാണ്, ഡിസംബർ 10 ഡേറ്റ് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ 10 എന്നുള്ള സംഖ്യ ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഞാൻ ഡിസംബർ 8 ആയല്ലോ, അപ്പം ഞാൻ 10 എന്നുള്ള ഡേറ്റ് ഇട്ട് ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ ഈ തടസ്സം മാറ്റി തരണേന്ന്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് ഡിസംബർ 10-ാം തീയതി 10 മണിക്ക് എനിക്ക് വിസ കിട്ടുവാനായിട്ട് സഹായിച്ചു. അതെനിക്ക് വളരെ വളരെ അത് അത്ഭുതകരമായിട്ട്, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൽ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൽ പോവുകയുണ്ടായി. ന്യൂസിലൻഡിൽ പോയി ക്യാപ് കോഴ്സ് ചെയ്തു. ആ സമയത്താണ് അവിടെ വേക്കൻസികളെല്ലാം കഴിഞ്ഞു, ആൾക്കാരുകളെല്ലാം നഴ്സുമാരെല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അവിടെ ജോബ് കിട്ടാണ്ട്. കാരണം അവർക്കെല്ലാം ഫില്ലായി, അവർക്ക് ആവശ്യമില്ല ജോബ് നേഴ്സസിനെ. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എവിടെയാണോ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ മാത്രം വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. ആ വേക്കൻസിയിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടുകയും എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കാർക്കും എൻ്റെ കഴിവ് കൊണ്ടല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അവിടെ ജോബ് ലഭിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ക്യാപ് കോഴ്സ് ചെയ്യാമെന്ന നഴ്സസ് എല്ലാം നാട്ടിൽ പോയ സമയത്തും എൻ്റെ അമ്മ മാതാവ് എനിക്ക് അവിടെ ഗവൺമെൻറ്റിൽ തന്നെ ജോബ് തന്ന് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ചെറുതായിട്ട് മദ്യപാനം കൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിന് വളരെ എതിർത്തായിരുന്നു. എനിക്ക് ചെറുതായിട്ടാണെങ്കിൽ പോലും മദ്യപിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. ഞാനപ്പം മാതാവിനോട് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ട് മാറ്റിത്തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ സമയത്ത് ന്യൂസിലൻഡിൽ വെച്ച് ഹസ്ബൻഡിന് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കൺവിക്ഷൻ ഉണ്ടാകുകയും അത് ഇമിഗ്രേഷനിൽ വരെ ഡിപ്പോർട്ടേഷൻ വരെ ഉണ്ടാകാനായിട്ടിടയായി. അത് ഹസ്ബൻഡിന് ഭയങ്കര സമയവും മണി നഷ്ടമൊക്കെ ഉണ്ടായ സമയമാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇതുപോലെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ ഡിപ്പോർട്ടേഷൻ അത് പരിശുദ്ധ അമ്മ മാതാവ് സസ്പെൻഡ് ചെയ്തു. ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാതെ, വിസയ്ക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാണ്ട് പരിശുദ്ധ അമ്മ മാതാവ് ഈശോപ്പയെ ഞങ്ങളെ സംരക്ഷിച്ചു.
അമ്മ മാതാവും ഈശോപ്പയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും അപ്പയ്ക്കും കോടാനുകോടി നന്ദി. കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടുത്തെ അമ്മമാരെ ശുശ്രൂഷിക്കാറുണ്ട്. അവർക്ക് വേണ്ടുന്ന ഫുഡും അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ മിക്ക മാസങ്ങളിലും പോയി, ഞങ്ങളില്ലെങ്കിലും വീട്ടിൽ അമ്മേനെയും അപ്പനെയും കൊണ്ട് പോയി അവർ അവിടെ സഹായിക്കാറുണ്ട്. എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ രോഗി ശുശ്രൂഷ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ രോഗികൾക്ക് ഞാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു കൊടുക്കാനും അവരോട് ഈശോയെപ്പറ്റി മാതാവിനെ പറ്റി പറയുവാനായിട്ടും എനിക്ക് സാധിച്ചു. ആത്മീയ ജീവിതം ഞാൻ ചെറുപ്പം മുതലേ ജപമാല ചൊല്ലി അമ്മ മാതാവിൻ്റെ കൊണ്ട് നടക്കുന്ന ആളാണ്. ജപമാല എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കും, എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഞാൻ എവിടെ പോയാലും ജപമാല ചൊല്ലി നടക്കുന്ന ആളാണ്. ജപമാലയിൽ എനിക്ക് കൂടുതലായിട്ട് ഓരോ ലൈൻ ചെല്ലുമ്പോഴും പരിശുദ്ധ അമ്മ മാതാവിനെ പറ്റിയും ഈശോപ്പയെ പറ്റി സ്തുതിച്ച് ജപമാല ചൊല്ലാനുള്ള തീക്ഷ്ണമായ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു. പിന്നെ ഉടമ്പടി എടുത്തതിനെ തുടർന്ന് ഞാൻ എല്ലാ ദിവസവും എനിക്ക് ന്യൂസിലൻഡിലായിരുന്നപ്പോഴും അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതാണ്, അമ്മേ എനിക്ക് അക്കോമഡേഷൻ തരുന്നത് അമ്മയുടെ പള്ളിക്ക് അടുത്തായിരിക്കണേന്ന്. അത് വളരെ അത്ഭുതമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അക്കോമഡേഷൻ കിട്ടിയത് സെൻറ്റ് മേരീസ് ബസിലിക്ക ചർച്ചിൻ്റെ അടുത്ത് 5 മിനിറ്റ് ദൂരം നടന്നു പോകാനുള്ളൊരു സ്ഥലത്താണ്. അതെനിക്ക് വളരെ അത്ഭുതമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പള്ളിയിൽ ചെന്ന് കുർബാന കൂടുവാനായിട്ട് സാധിച്ചു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കൂടുതലായിട്ട് അനുദപിക്കാനും ഈശോയുടെയും അമ്മ മാതാവിൻ്റെ മുന്നിൽ അനുതാപത്തിൽ തലയുയർത്തി നിൽക്കാനും അനുദപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെ അമ്മയുടെ മുന്നിൽ വളരെ വളരെ നല്ല വ്യക്തിയായിട്ട് നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതെനിക്ക് വളരെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടായ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. മനസ്സിലെ ഭാരങ്ങളെല്ലാം മാറി ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവേൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവേൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 പീറ്റർ 5-6 വചനങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആശങ്കകളും ഭയങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല. അവയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. ദൈവം നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഓരോ കണ്ണുനീരും കാണുന്ന ഒരു ദൈവമാണ്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ വിളിക്കുന്നത് ദൈവത്തിലേക്ക് ഏൽപ്പിക്കുവാനായിട്ടാണ്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഭാരങ്ങൾ ദൈവത്തോട് ഏൽപ്പിക്കുമ്പോഴാണ് പ്രാർത്ഥനയിലൂടെ സമർപ്പണത്തിലൂടെ ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. ആശങ്കകളോടെ ജീവിക്കാതെ ദൈവത്തിൽ വിശ്വാസം വെച്ച് എല്ലാം ദൈവത്തോട് പറഞ്ഞ് ഏൽപ്പിച്ച് ജീവിക്കുമ്പോൾ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ വരും. കൃപാസന മാതാവും നമ്മെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഈശോയിലേക്ക് നമ്മെ നയിക്കുന്നു. എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് അമ്മയാണ് നമ്മളെ ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ജൂലി സെബാസ്റ്റ്യൻ എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ആദ്യമായി ഉണ്ടായിരുന്ന വിസ തടസ്സമായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്തു. പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ 8-ാം തീയതിയാണ് ധ്യാനം കൂടുന്നത്. 10-ാം തീയതി എന്ന് അച്ഛൻ പറഞ്ഞു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയഘടികാരം നെഞ്ചിലേറ്റിയാണ് പരിശുദ്ധമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ മകളും വിസ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സമയം അച്ഛൻ്റെ ടോക്കിൽ കൂടിയാണ് ഈശോയും അമ്മയും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. 10 എന്നൊരു ഡേറ്റ് പറഞ്ഞപ്പോൾ ഈ മകൾ 10-ാം തീയതിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആ മകൾക്ക് തടസ്സമായി കിടന്നിരുന്ന വിസ 10-ാം തീയതി തന്നെ ലഭിക്കുകയും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൾ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് വിശ്വസ്തയോടെ ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്.
പിന്നീടായിരുന്നു ജോലിയുടെ ഒരു കാര്യം. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഈ മകള് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും ജോലി കിട്ടിയപ്പോഴും ഈ മകൾ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ് എനിക്ക് ഈ ജോലി കിട്ടിയതെന്നാണ്. കാരണം ഒത്തിരി വ്യക്തികൾ അതിനു മുമ്പ് പരീക്ഷ എഴുതിയിരുന്നു, അവർക്കൊക്കെ റിട്ടേൺ ചെയ്തു. പക്ഷേങ്കിൽ ഈ മകൾക്ക് മാത്രമായിട്ട് കിട്ടണമെങ്കിൽ അത് ഉടമ്പടിയിലാണ്. ഈ മകൾ ഉടമ്പടിയിലാണ്. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപയിലൂടെയാണ് ഈ മകൾക്ക് ആ ജോലി ലഭിച്ചത്. പിന്നെ ഏറ്റവും വലിയ കാര്യം 8 വർഷം കഴിഞ്ഞ് അന്ന മരിയ എന്ന മകളെ ലഭിച്ചതാണ്. ഈ മകൾ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. 8 വർഷം പല ട്രീറ്റ്മെൻറ്റും ചെയ്തു. അലോപ്പതിയും ആയുർവേദവും ലാപ്രോസ്കോപ്പി വരെ ചെയ്തു. ഓരോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴും IVF-നും സജസ്റ്റ് ചെയ്തു. ന്യൂസിലാൻഡിലും ഇവിടെയും പല ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ 42 എന്നൊരു വചനം ഒരു സംഖ്യ പറഞ്ഞത്. പിന്നീട് ഈ മകൾ സെർച്ച് ചെയ്തപ്പോഴാണ് അച്ഛൻ്റെ ടോക്കിൽ തന്നെ ഒരു പ്രാവശ്യം 2-3 പ്രാവശ്യം ടോക്കിനിടയ്ക്ക് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വചനം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഈ മകൾ 42 എന്നുള്ള ഒരു സംഖ്യ എന്താണെന്ന് കരുതി ബൈബിളിൽ നോക്കിയപ്പോഴാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം എന്നത്. ആ മകൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊരു കുഞ്ഞിനെ തീർച്ചയായിട്ടും ദൈവം തരുമെന്ന വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടും തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടുമാണ് അന്ന മരിയ എന്ന കുഞ്ഞു മകളുമായിട്ട് പരിശുദ്ധാമ്മയുടെ സന്നിധിയിൽ സാക്ഷിയായിട്ട്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ജപമാലയിലൂടെ പ്രാർത്ഥനയിലൂടെ അസാധ്യമായെന്ന് തോന്നിയ നിമിഷങ്ങളിൽ സാധ്യമാക്കി തന്ന ഈശോയ്ക്ക് നന്ദി പറയാനാണ് ഇന്ന് ഈ മകളിവിടെ വന്നിരിക്കുന്നത്. മകനുണ്ടെന്ന മദ്യപാനം എന്ന ദുശീലം, ആ ദുശീലത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ പ്രശ്നങ്ങൾ വന്നു, ബുദ്ധിമുട്ടുകൾ വന്നു. ആ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഈ മകൻ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചത്, എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണമേ എന്ന്. പിന്നെ ആ ഇൻസിഡൻറ്റിൽ നിന്നും മകനൊരു വലിയൊരു ആ വീഴ്ചയിൽ നിന്നും മകൻ ഉയർത്തെഴുന്നേറ്റ് മദ്യപാനം എന്ന ദുശീലയിൽ നിന്ന് മാറ്റി ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ഈശോയും അമ്മയും ഈ മക്കളെ സഹായിച്ചു. ഈ മകൾ വീണ്ടും വീണ്ടും പറഞ്ഞത് ഒരു കാര്യമുണ്ട്, അനുതാപത്തിൽ തല ഉയർത്തി നിന്നു എന്നാണ്. പലപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്, അനുദപിക്കുക അനുഗ്രഹം പ്രാപിക്കുമെന്ന് ദൈവവചനം. അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് 8 വർഷം കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടിയതും ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നതും അനുതാപത്തിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ഭാരങ്ങളും ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈശോയും അമ്മയും ഉണ്ട് നമ്മളെ താങ്ങുവാനും നമ്മളെ മുന്നോട്ട് കൈപിടിച്ച് കരം പിടിച്ച് മുന്നോട്ട് നയിക്കുവാനും ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ എല്ലാ ഭാരങ്ങളും ദൈവത്തിൽ ഏൽപ്പിച്ച് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനം പറയുന്നത്. നമുക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇഷ്ടമുള്ളത് നമുക്ക് ചോദിക്കാം. ഈശോയും അമ്മയും നമ്മുടെ അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭാരങ്ങളും യേശുവിൻ്റെ കാൽക്കൽ വയ്ക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ വഴി പരിശുദ്ധ അമ്മയുടെ കൈകളാണ്. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ എല്ലാ ആശങ്കകളും കൃപയായി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജൂലി സെബാസ്റ്റ്യനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, സ്പെഷ്യലി ഈ കുഞ്ഞു വാവ അന്ന മരിയയ്ക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.